നമ്മുടെ ഫസ്റ്റ് പേജ് ആപ്ലിക്കേഷൻ നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന്റെ ഫസ്റ്റ് പേജ് ആപ്ലിക്കേഷനിൽ അതിന്റെ ബോട്ടത്തിൽ റൈറ്റ് ഹാൻഡ് ബോട്ടത്തിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ബാർകോഡ് ഉണ്ട്. മറ്റു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ മിസ്റ്റേക്സ് വെൻ യു ഡു ആൻ OCA ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. OCA ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി മിസ്റ്റേക്സ് നമ്മൾ വരുത്താറുണ്ട്. അത് എല്ലാവർക്കും എത്ര പ്രാവശ്യം ചെയ്താലും നമുക്ക് പിന്നെയും മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്താറുണ്ട്. അപ്പം ആ മിസ്റ്റേക്കുകളെ നമുക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളായ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ആപ്ലിക്കേഷൻസ് ആർ റിജക്റ്റഡ് ഡ്യൂ ടു ദ പുവർ ക്വാളിറ്റി ഓഫ് ദി ഫോട്ടോഗ്രാഫ്. അപ്പൊ നമ്മൾ നമ്മളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ സ്കാൻ ചെയ്ത് കയറ്റും. അപ്പൊ അതിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ട് പല ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആവണം. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് 2x2 എന്നുള്ളതാണ് നമ്മുടെ ഡയമെൻഷൻസ്. അതിലുള്ള ഇന്ത്യൻ വിസയ്ക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ OCAക്കുള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ സ്കാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കയറ്റുക. അല്ലാതെ നമ്മൾ വേറെ എക്സ്റ്റേണൽ ആപ്സ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ വേറെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നു, അത് അല്ലെങ്കിൽ ഫോട്ടോന്റെ റെസൊല്യൂഷൻ കുറയ്ക്കണോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് സബ്ജക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. വളരെ ഈസിയാണ്. അത് നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഒത്തിരി പേർക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു സംഭവമാണത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് OCA റിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ അതിനകത്ത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ അതിന്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും പോയി കാണുക. അത് ഒത്തിരി പേർക്ക് ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സിഗ്നേച്ചറിന്റെ. അപ്പം ഫോട്ടോയും സിഗ്നേച്ചറും അത് രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കിച്ചാൽ മതി. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് ആർ ഓൾസോ റിജക്റ്റഡ് ബിക്കോസ് നോ ഓൾ ദി ഡോക്യുമെന്റ്സ് ആർ അപ്ലോഡഡ്. നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് ആപ്ലിക്കേഷൻസ് ഒത്തിരി റിജക്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള മാക്സിമം നമ്മൾ ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. കാരണം എനിക്ക് തന്നെ പേഴ്സണൽ അനുഭവം ഉണ്ട്. ഒരുപാട് ഞാൻ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫ്രണ്ടുമായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കൗണ്ടറിൽ പോയി ചെന്ന് കഴിഞ്ഞ് നമ്മുടെ VFS ഓഫീസിന്റെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരവിടുന്ന് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ സമയം നിറഞ്ഞ് തന്ന് ഞങ്ങളോട് പറഞ്ഞു ഇനിയും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ഞാൻ ആ ഫോൺ വെച്ചിട്ട് തന്നെ അതെല്ലാം അപ്ലോഡ് ചെയ്യായിരുന്നു അന്നേരം അവിടെ ഇരുന്ന്. അപ്പോൾ അതുകൊണ്ട് അത് കാര്യങ്ങളെല്ലാം നടന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഡബിൾ ചെക്ക് ചെയ്യുക, മാക്സിമം ഡോക്യുമെന്റ്സ് കൊണ്ടുപോകുക. അറ്റ്ലീസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ ഫോണിലാണെങ്കിൽ പോലും അതിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവരെന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് വേറൊരു ഡോക്യുമെന്റ് മാറ്റിയിട്ട് നമുക്ക് ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് നമ്മൾ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് നമ്പർ ഓൾസോ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് പാസ്പോർട്ട് ഈസ് ഇൻകറക്റ്റ്. അപ്പൊ നമ്മളത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. ചെറിയ ഒരു ഡിജിറ്റ് മാറിയാൽ മതി, നമ്മുടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ വേസ്റ്റ് ആവും. അപ്പോൾ അത് ഒരു 3-4 പ്രാവശ്യം നോക്കിയിട്ട് ചെയ്യുക. അത്രയും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണത്. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അതുപോലെ നാലാമത്തെ ഒരു മിസ്റ്റേക്ക് നമ്മൾ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം, പ്ലേസ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ദാറ്റ് ഈസ് ഓൾസോ ഇൻകറക്റ്റ്. അപ്പൊ നമ്മൾ അത് എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് ഡേറ്റുകൾ ഒത്തിരി അധികം പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു ഡിജിറ്റ് മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ ഡേറ്റുകളും ഇയറും കാര്യങ്ങളും എല്ലാം വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ വെക്കുക. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നെയിം ഓഫ് പാരന്റ്സ് ഓർ സ്പൗസ് ആർ നോട്ട് മെൻഷൻഡ് ഓർ നോട്ട് മാച്ചിങ് വിത്ത് ദെയർ കറന്റ് ലീഗൽ നെയിംസ്. അപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ അല്ലെങ്കിൽ സ്പൗസിന്റെ അത് മെൻഷൻ ചെയ്തിട്ടില്ല ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ തന്നെ അത് മെൻഷൻ ചെയ്തേക്കുന്നത് മാച്ച് ആവണില്ല, കറന്റ് ലീഗൽ നെയിംസ് ആയിട്ട് മാച്ച് ആവണില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പിന്നെ ആറാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരിറ്റൽ സ്റ്റാറ്റസ് ഓർ സ്പൗസ് നെയിം നോട്ട് മെൻഷൻഡ്. അപ്പം നമ്മൾ മാരിറ്റൽ സ്റ്റാറ്റസ് നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് ചെയ്യുന്നു ആപ്ലിക്കേഷൻ. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ ഏഴാമത്തെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മുടെ തന്നെ മൊബൈൽ നമ്പർ, നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക, എല്ലാവരുടെയും കൊടുക്കാണ്ട്. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് അവർ പറയുന്നുണ്ട്. എട്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ബി ഓഫ് ആപ്ലിക്കേഷൻ നോട്ട് സൈൻഡ് അല്ലെങ്കിൽ പാർട്ട് ബി മൈനർ ചൈൽഡ് ഈസ് നോട്ട് സൈൻഡ് ബൈ എനി വൺ ഓഫ് ദ പാരന്റ്. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യാതെ. ഒമ്പതാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇഫ് ദർ ഈസ് എ നെയിം ചേഞ്ച് ഇൻ നെയിം, നമ്മൾ മെൻഷൻ ചെയ്യാതെ ആ റെലവന്റ് കോളത്തിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം കാണിക്കുക തീർച്ചയായിട്ടും. അതേപോലെ അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ 10ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് കംപ്ലീറ്റ് അഡ്രസ് വിത്ത് പോസ്റ്റ് കോഡ് ഇൻ ദ ആപ്ലിക്കേഷൻ. പിന്നെ ഒരു 11ാമത്തെ ഒരു കാര്യം, ഒരു മിസ്റ്റേക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോഴേക്കും എൻഷുർ ദി ആപ്ലിക്കേഷൻ ബാർകോഡ് ഈസ് പ്രിന്റഡ് on the right hand bottom of first page of the application. നമ്മുടെ ഫസ്റ്റ് പേജ് ആപ്ലിക്കേഷൻ നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന്റെ ഫസ്റ്റ് പേജ് ആപ്ലിക്കേഷനിൽ അതിന്റെ ബോട്ടത്തിൽ റൈറ്റ് ഹാൻഡ് ബോട്ടത്തിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ബാർകോഡ് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിലും അതൊരു മിസ്റ്റേക്ക് ആണ്.
പിന്നെ അത് പിന്നെ രണ്ടാമത് ചെയ്യേണ്ടി വരും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ ഫോം ഫില്ലിംഗ് ഈസി ആക്കാനായിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ അതിനകത്ത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ PDF-ലാണ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതെല്ലാം അപ്ലോഡ് ചെയ്ത് റെഡിയാക്കി വെക്കുക ഫയലിൽ. അതേപോലെ തന്നെ ഈ പാസ്പോർട്ട് ഫോട്ടോയും അതേപോലെ നമ്മുടെ സിഗ്നേച്ചർ ഇട്ട ആ പേപ്പറും അതും ഇതുപോലെ തന്നെ സ്കാൻ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കുക. ഇതിന്റെ ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, നിങ്ങൾ തീർച്ചയായിട്ടും അത് പോയി നോക്കുക. അപ്പൊ അത് അങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ തുടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി ആപ്ലിക്കേഷൻ തുടങ്ങും, നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും നമ്മൾ വെബ് അടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നിർത്തി വെച്ചിട്ട് പിന്നെ വേറെ ദിവസം ചെയ്യേണ്ടി വരും. അതേ സമയത്ത് നമ്മൾ ഇതെല്ലാം സ്കാൻ ചെയ്ത് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വൽ സൈസിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ പ്രോസസ്സ് കുറച്ചും കൂടെ ഈസി ആവും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഒബ്വിയസ് വൺ. എന്തായാലും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴേക്കും എല്ലാ ഡീറ്റെയിൽസും, അതായത് നമ്മുടെ പേരാണെങ്കിലും നമ്മുടെ ഡേറ്റുകളാണെങ്കിലും ഓരോ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണെങ്കിലും പാസ്പോർട്ടിന്റെ നമ്പർ ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക, മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക. അതുപോലെ വേറെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴേക്കും കുറച്ച് റെസൊല്യൂഷൻ കുറച്ച് സ്കാൻ ചെയ്യുന്ന പറയണേ. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോ, നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. കാരണം നമ്മൾ ഇതെല്ലാം ആദ്യം സെറ്റാക്കി വെക്കുകയാണല്ലോ ഇത് ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് ഉപകാരമായിരിക്കും. പിന്നെ ഒരുപാട് ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതൊന്നും പേഴ്സണലായിട്ട് യൂസ് ചെയ്യാനില്ല. അപ്പൊ എന്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ചെയ്തെന്നുള്ളത്. അപ്പം ഇവര് പല ആൾക്കാരും ഓൺലൈൻ ആപ്പുകളും മൊബൈലിലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമൽ ഒരു പ്രിന്റർ സ്കാനർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് നമുക്ക് ഓൺലൈനിലാണെങ്കിലും ഒരുപാട് മൊബൈലിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആപ്പുകളുണ്ട്. ഇപ്പൊ നമുക്ക് മൾട്ടി പേജ് നമ്മൾ ഒരു ഫയലായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 പേജുകൾ നമുക്ക് ഒരുമിച്ചാക്കാനുള്ള ഒരുപാട് PDF നമ്മൾ ജോയിൻ ചെയ്യാവുന്ന ഒരുപാട് ആപ്പുകളുണ്ട് ഓൺലൈനിലാണെങ്കിലും. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ OCI കാർഡിന് 2 സൈഡ് ഉണ്ടല്ലോ. അപ്പൊ OCI കാർഡ് അപ്ലോഡ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് നമുക്ക് നോർമൽ കേസിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു പേജല്ലേ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഈ 2 പേജും കൂടെ മെർജ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ആ 2 പേജും കയറ്റിവിടാം. അപ്പൊ നമുക്ക് വേറൊരു ഓപ്ഷൻ അത് എടുക്കേണ്ട ആവശ്യമില്ല. അഗെയിൻ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ നമുക്ക് സ്കാൻ ചെയ്യുമ്പോഴേക്കും റെസൊല്യൂഷൻ കുറയ്ക്കാനൊക്കെ പെയിന്റ് ആപ്ലിക്കേഷനൊക്കെ നമ്മൾ വിൻഡോസിലുള്ള പെയിന്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്, പല ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആ ഒരു സബ്ജക്ട് മാത്രമായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ 2x2 ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് അത് നമുക്ക് സിസ്റ്റത്തിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോഴേക്കും അത് ജസ്റ്റ് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചാൽ മതി. ചിലപ്പോൾ ഒരു സംഭവം ചെറിയതായിട്ടൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ ചെറിയൊരു ക്രോപ്പ് അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ വലിച്ച് ക്രോപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഗ്രീൻ കാണിക്കും. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ പറയുകയാണ്, അപ്പൊ നിങ്ങൾക്ക് പലരും പല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പല പ്രാവശ്യം ആപ്ലിക്കേഷൻ ചെയ്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ്. Uploading all the supporting documents under the correct category. കറക്റ്റ് കാറ്റഗറിയിൽ തന്നെ നമ്മൾ മാക്സിമം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വേറൊരു കാറ്റഗറിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് നേരിട്ട് ഞാൻ സ്റ്റാഫിന്റെ അടുത്ത് തന്നെ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേറൊരു ഫ്രണ്ടുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ 1-2 സാധനങ്ങൾ അവർക്ക് ആവശ്യമില്ലായിരുന്നു അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കണേ. അത് എപ്പോഴും ഓരോ സമയത്തും അവിടെ ഇരിക്കുന്ന കേസ് വർക്കറിന്റെ ഒക്കെ പോലെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവർ പറഞ്ഞു ഇത് 2 റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഈ 2 സാധനങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ ഫോണിലുണ്ടായിരുന്നു, ഇത് ഫയലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ ഇരുന്ന് തന്നെ നമ്മളെ സൈറ്റിൽ കയറി അപ്ലോഡ് ചെയ്യായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ആ ഒരു പറഞ്ഞേക്കുന്ന ഇപ്പൊ ഏത് ഡോക്യുമെന്റ് ആണോ നമ്മൾ പറഞ്ഞേക്കുന്നത് ആ ഡോക്യുമെന്റ് തന്നെ ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാറ്റഗറിയിൽ അപ്ലോഡ് ചെയ്യണതിന് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പം OCI പ്രിന്റ് ഔട്ട് എടുത്തു, എല്ലാം ചെയ്ത് OCI പ്രിന്റ് ഔട്ട് എടുത്തു, എല്ലാം ഡബിൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ, മറ്റുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുത്തേക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് കൊടുത്തേക്കുന്നത്, അതിൽ കാണിക്കുമോ. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിനകത്ത് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മുടെ റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് തിരിച്ചു കയറിയിട്ട് റീ അപ്ലോഡ് ഇമേജ് അല്ലെങ്കിൽ അപ്ലോഡ് റീ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, ഇതെല്ലാം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എനി ഇൻഫർമേഷൻ ഈസ് റോങ് പ്ലീസ് റീഫിൽ ദ ഫോം അഗെയിൻ.
നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് പണിയാൻ നിൽക്കല്ലേ. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നതിന്റെ ഇതിലാണെങ്കിൽ നമുക്ക് റീ അപ്ലോഡ് ചെയ്യാം കാര്യങ്ങൾ. പക്ഷെ ഏതെങ്കിലും ഒരു നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കണമെന്ന് റോങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ആ ഫോം റീഫിൽ ചെയ്യാന്നുള്ളതാണ്. തിരിച്ച് പുതിയ ആപ്ലിക്കേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്ത് കാര്യങ്ങൾ വിടരുത്. അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ട് എലിജിബിലിറ്റിനെ പറ്റിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ അഡ്രസ് ഉണ്ട്. നമുക്ക് 2 ഇമെയിൽ അഡ്രസ് ഉണ്ട്. info.london@mea.gov.in അല്ലെങ്കിൽ info.london@HCI High Commission of London .in എന്നുള്ളതാണ്. അത് ഞാൻ ഇവിടെ കൊടുക്കാം. അതേപോലെ ടെലിഫോൺ നമ്പർ ഉണ്ട്. ടെലിഫോൺ നമ്പർ വന്നിട്ട് 020862959950 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ നമ്പറിലും കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും റിപ്ലൈയും കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് കിട്ടുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. നമ്മുടെ അങ്ങനെ ഒരു ചെറിയൊരു എല്ലാത്തിനും ചെറിയ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു അനുഭവത്തിലാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് വിളിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് റിപ്ലൈ കിട്ടാനൊക്കെ കുറച്ച് പാടുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. OCAയുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. ഒത്തിരി പേർക്ക് സംശയമുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. 20 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ പാസ്പോർട്ട് പുതുക്കുമ്പോൾ നമ്മൾ OCAയും പുതുക്കണം എന്നൊരു സംഭവമുണ്ട്. അപ്പൊ അതിപ്പോ കുട്ടികളുടെ കേസിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ളവരുടെ കേസിൽ നമുക്ക് ഓൺലൈനിൽ അത് റിന്യൂ ചെയ്താൽ വെച്ചാൽ മതി. ഡീറ്റെയിൽസ് ആ പുതിയ പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിന്യൂ ചെയ്താൽ മതി. ഗ്രാറ്റിസ് സർവീസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള സർവീസ് ആണത്. അതേസമയത്ത് കുട്ടികളുടെ കേസിൽ ഈ പറഞ്ഞ പോലെ 20 വയസ്സ് കഴിയുമ്പോൾ വൺസ് they finish 20 years and they apply for a new passport, they have to get a new OCI card അല്ലെങ്കിൽ ഒരു OCI ബുക്ക്ലെറ്റ് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ആൾക്കാർ ഒരുപാട് പേര് നാട്ടിലേക്ക് പോകുന്നുണ്ട് ഈ അടുത്ത മാസങ്ങളിലൊക്കെ, അടുത്ത മാസവും ഓഗസ്റ്റിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഒത്തിരി പേർക്ക് ടെൻഷനും കാര്യങ്ങളുണ്ട്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ, അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മുടെ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ലണ്ടനിലെ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 31 ഡിസംബർ 2022 വരെ നമുക്ക് സമയം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. നാട്ടിൽ പോയെല്ലാം തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ചെയ്യിച്ചാൽ മതി. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പഴയ പാസ്പോർട്ട്, പഴയ ബ്രിട്ടീഷ് പാസ്പോർട്ട്, ഓൾസോ അത് പഴയ OCA, നമ്മുടെ പുതിയ പാസ്പോർട്ട്, ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുപോകുക. അപ്പൊ നമുക്ക് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പുതിയ OCA ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല പിള്ളേർക്ക്. നമുക്ക് ഡിസംബർ 2022, അതായത് ഈ കൊല്ലം ഡിസംബർ 31 വരെ നമുക്ക് സമയമുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചു വന്നതിന് ശേഷമൊക്കെ സമാധാനമായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതാണ് ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് നമുക്ക് അറിയാം, പലരും വാട്സാപ്പിൽ കൂടെ ഒക്കെ സെൻഡ് ചെയ്ത് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ടെങ്കിൽ OCI കാർഡ് ഹോൾഡേഴ്സിന്, അതായത് നമ്മൾ വേറൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് എടുത്തോ നമുക്ക് OCI കാർഡാണ് എന്നിരിക്കെ നമുക്ക് നാട്ടിലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ അനുമതി വേണമെന്നും പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവം നമ്മുടെ വാട്സാപ്പിലെ കൂടെയും സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് തെറ്റാണ്. അപ്പൊ അതാരും ഒരിക്കലും വിശ്വസിക്കരുത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്ന പ്രസ് നോട്ട് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാനോ അക്വയർ ചെയ്യാനോ ഇന്ത്യയിൽ നമുക്ക് ചെയ്യാനായിട്ട് RBIയുടെ അപ്രൂവൽ വേണ്ട. ഇപ്പൊ അറ്റ് ദ മൊമെന്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനിയിപ്പോ നാളെ വരുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ജൂൺ അവസാനം 2022 നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ OCI കാർഡ് എടുത്തെന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ സിറ്റിസൺ എടുത്തെന്നുണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു സംഭവം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് ഇത് ചെയ്യാനായിട്ട് നമ്മുടെ റിസർവ് ബാങ്കിന്റെ നമുക്ക് അപ്രൂവൽ ഒന്നും വേണ്ട. അപ്പോൾ OCI ചെയ്യുമ്പോൾ സാധാരണ നമ്മളെല്ലാവരും വരുന്ന കോമൺ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ എഴുതി ചോദിക്കുക. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ OCI കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ OCI എങ്ങനെയാണ് റിന്യൂ ചെയ്യണതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.